നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ആ ദിനത്തിലാണ് ഭാരതത്തിന് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘ് ചാലക് മോഹൻജി ഭാഗവത്തിന്റെ പരാമർശം, അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരളത്തിൽ വലിയ വിവാദ പ്രസ്താവന എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നത്. ഇത് ഏറ്റവും അധികം വിവാദമാക്കുന്നത് ഭാരതത്തിന് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും വഞ്ചനാ ദിനം ആചരിച്ചിരുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് രസകരമായ മറ്റൊരു കാര്യം. ഇന്ത്യക്ക് ശരിയായ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ അധികാരം നേടണം, ജനങ്ങളുടെ അധികാരം വരണം എന്ന് പറഞ്ഞുകൊണ്ട് തോക്കിൻകുഴിയിലൂടെ വിപ്ലവം സ്വപ്നം കണ്ട ഒരു പിടി ആളുകള് നക്സൽബാരിയിലും മറ്റ് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും അത്തരത്തിൽ പല പാവപ്പെട്ട ആളുകളെ പ്രകോപിപ്പിച്ച് ഗവൺമെന്റിനെതിരെ സമരത്തിനിറക്കി ഒരുപാട് രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. അഭിമാനത്തോടെ ഒളിവിൽ പോയി ഒളിവുകാല ജീവിതങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അത്തരം ഒളിവുകാല ജീവിതങ്ങൾ നേതാക്കന്മാർ നടത്തിയ ഒരു കാലഘട്ടമുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യത്തിന്, ജനാധിപത്യ ഇന്ത്യക്ക് എന്നും എതിരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ കാലക്രമേണ അവർക്ക് ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തെ അംഗീകരിക്കേണ്ടി വന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നു. ഈ അടുത്ത കാലം വരെ അവരുടെ ഓഫീസുകളിൽ, അവരുടെ കാര്യാലയങ്ങളിൽ ഭാരതത്തിന്റെ മൂവർണ്ണക്കൊടി പാറിക്കാൻ സ്വാതന്ത്ര്യ ദിനത്തിൽ അവർ തയ്യാറായിരുന്നില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നു. അവരാണ് മോഹൻജി ഭാഗവതിന്റെ ഈ പ്രസ്താവനയെ വിവാദമാക്കി കാണുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടു തരത്തിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് 1947 ലഭിച്ചത്. നമുക്ക് ഭാരതീയർക്ക് പതിറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഒരു അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയാണ് നാം. നൂറ്റാണ്ടുകളായിട്ട് അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു ജനത. ഹൂണന്മാരും ശകന്മാരും തുടങ്ങി മുഗളന്മാരും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും അങ്ങനെ ഒത്തിരി പേര് നമ്മൾ അടിമകളാക്കി ഭരിച്ചു. ഇതിൽ തന്നെ മുഗളന്മാര് പലപ്പോഴും മതപരമായിട്ടുള്ള അസഹിഷ്ണുതയും കൂടി ജനതയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അഭിമാന വാചനങ്ങളായ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ഗോപുരങ്ങളായ നമ്മുടെ ക്ഷേത്രങ്ങൾ, അതും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് അവിടെ മുഗളന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും എല്ലാ കാലത്തും ഇതിനെ ഈ സമൂഹം തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലും അപരൻ കയറി മെയ്യുന്നത് കണ്ട് ലജ്ജയോടെ ശിരസ് കുനിച്ച് അവന് കീഴ്പ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ മുഗളൻ അടങ്ങുന്ന ആ സമൂഹത്തിന് അവർ കീഴ്പ്പെടുത്തിയ ഒരു ആരാധനാലയം, ഒരു ജനത, അതും അഹിംസ പരമോധർമ്മ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത തിരിച്ചു പിടിച്ചത് പോരാട്ടങ്ങളിലൂടെ. ആ പോരാട്ടങ്ങളിലൂടെ അവരുടെ അടിമത്തത്തെ ചടകുടഞ്ഞെറിഞ്ഞ്, ആ അടിമത്തത്തെ ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞ് സടകുടഞ്ഞൊരു ജനത ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനം. അതുകൊണ്ട് തന്നെയാണ് ആ അടിമത്തത്തിൽ നിന്ന്, മാനസികപരമായ അടിമത്തത്തിൽ നിന്ന് ഭാരതീയന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിനമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായ RSSന്റെ സർസംഘ് ചാലക് മോഹൻജി ഭാഗവത് അത്തരം ഒരു പരാമർശം നടത്തിയത്, അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ പ്രസ്താവന, അതിന്റെ എല്ലാ അർത്ഥത്തിലും അത് ശരിയാണെന്നാണ് ഈ ഭാരതത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകുക. മാനസികമായ അടിമത്തത്തിൽ നിന്ന് ഭാരതീയൻ മോചിതനായ ഒരു ദിവസമാണ് പ്രാണപ്രതിഷ്ഠാ ദിനം. ഇന്ന് ശ്രീരാമൻ എന്ന് പറയുന്ന നമ്മുടെ ഒക്കെ മനസ്സിലെ വിഗ്രഹം, ആ വിഗ്രഹം തെളിമയോടെ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന ഒരുപാട് പോരാട്ടങ്ങളിലൂടെ, സരയൂ നദിയിലൂടെ ഒഴുകിയ ശവങ്ങൾ കണക്കില്ലായിരുന്നു അതിന്. അത്തരം പോരാട്ടങ്ങളിലൂടെ നേടിയ ഒരു വിജയം, ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് നമുക്ക് മാനസികമായി മറ്റു സമൂഹങ്ങൾ, നമ്മൾ ആക്രമിച്ചു കീഴടക്കിയ സമൂഹത്തിൽ നിന്ന് അവർ പോയിട്ടും, ഇല്ലെങ്കിൽ അവരുടെ അധികാരം പോയിട്ടും നമ്മളെ എല്ലാ കാലവും മുറിവേൽപ്പിച്ച ഒരു വേദനയിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ്, ഇല്ലെങ്കിൽ ആ വേദനയിൽ നിന്ന് വിടുതലാണ് ഈ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ദിനം. അതുകൊണ്ട് തന്നെ അതിനെ നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് അന്നാണെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എന്ത് നഷ്ടപ്പെടുത്തിയിട്ടും, അവന്റെ ആത്മാവിനെ മറ്റെല്ലാം നേടിയിട്ടും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന്
ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ അവൻ മറ്റെല്ലാം നേടിയ ഭൗതികപരമായ നേട്ടങ്ങളോ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ കേവല ഭൗതിക സ്വാതന്ത്ര്യമോ നേടിയിട്ടും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ഭാരതീയൻ അവന്റെ ആത്മാവിനെ തിരിച്ചു പിടിച്ച ദിവസമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനം. യഥാർത്ഥ സ്വാതന്ത്ര്യം ഭാരതീയൻ നേടിയത് ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണെന്ന് ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നമസ്കാരം.